ഫാമിലി. ഇപ്പൊ നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റിവിറ്റിയുമായിട്ട് ടെമ്പറേച്ചറിനുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, അഥവാ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനും റെസിസ്റ്റിവിറ്റിക്കും ഒരുപോലെയാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി മാറുന്നുണ്ടോ? ഏതിലൊക്കെയാണ് മാറുന്നത്? എങ്ങനെയാണ് മാറുന്നത്? ഇനി മാറാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? നമ്മൾ കണ്ടക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരെ പറ്റിയിട്ടാണ്? കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ്, പിന്നെ കുറച്ച് ഇൻസുലേറ്റേഴ്സ് അല്ല അലോയ്സ് ഉണ്ട്. അപ്പൊ ഈ അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്രോം, കോൺസ്റ്റന്റൈൻ പോലെയുള്ള ചില അലോയ്സിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് മക്കളെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് ടെമ്പറേച്ചർ നമ്മളൊരു മെറ്റീരിയലിൽ കൂട്ടുകയാണ്. അപ്പൊ കൂട്ടുന്ന സമയത്ത് അതിന് എനർജി കിട്ടും അല്ലെ. അപ്പം നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഈ ഇലക്ട്രോൺസ് എല്ലാം ഷെൽസിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എനർജി കിട്ടുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എനർജി കിട്ടും. അപ്പൊ എനർജി കിട്ടുന്ന സമയത്ത് ആ ഇലക്ട്രോൺസിന് ഷെല്ലിൽ നിന്നും പുറത്ത് ചാടാനുള്ള എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ ഇവർ ഷെല്ലിൽ നിന്നും പുറത്തോട്ടേക്ക് ചാടുമ്പോൾ അവർ എന്തായിട്ട് മാറും മക്കളെ? ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ N അല്ലെ. അതായത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അഥവാ കണ്ടക്ഷൻ കോസ് ചെയ്യുന്ന ആളാണ് എന്ത്? ഈ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മോഷൻ ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മെറ്റീരിയലിലേക്ക് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ ഇലക്ട്രോൺസിന് എനർജി കിട്ടുന്നു, അഥവാ അവർ അയണൈസ്ഡ് ആവുന്നു, ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലാവുകയാണ് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ കേസ് അതാണ് കേട്ടോ. അപ്പോൾ ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മോർ അയണൈസേഷൻ ഉണ്ടാവുന്നു, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുന്നു, അതായത് N കൂടുകയാണ് ചെയ്യുന്നത്. അതായത് N കൂടുന്നു. N എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് എനർജി കിട്ടുകയാണ് അല്ലെ. അപ്പൊ അവരുടെ മോഷൻ കൂടും. അപ്പൊ ഇവര് മോഷൻ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺസ് തമ്മിൽ കൊളീഷൻ നടക്കും അല്ലെ. പെട്ടെന്ന് കൊളീഷൻ നടക്കും. അങ്ങനെ പെട്ടെന്ന് കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിലാക്സേഷൻ ടൈം അഥവാ ടോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിലാക്സേഷൻ ടൈം എന്താ ചെയ്യുക? പെട്ടെന്ന് കൊളീഷൻ നടക്കുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുകയാണ് ചെയ്യുക, അഥവാ ടോ കുറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താണ് മക്കളെ ആദ്യം സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് മോർ ഫ്രീക്വന്റ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. അപ്പൊ ടൈം ബിറ്റ്വീൻ 2 കൊളീഷൻസ് ഡിക്രീസ് ചെയ്യുന്നു, അതായത് ടോ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, ടോ കുറയുന്നു. ഇനി ഓരോ മെറ്റീരിയലും ഇതിൽ ഏതാണ് കൂടുതൽ നടക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനാദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് റെസിസ്റ്റിവിറ്റിയുടെയും റെസിസ്റ്റൻസിന്റെയും ഇക്വേഷൻ ആണ്. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ML ഡിവൈഡഡ് ബൈ NE² ടോ എന്ന് പറയുന്ന ഇക്വേഷനും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ഡിവൈഡഡ് ബൈ NE, ഇവിടെ A ഉണ്ട് കേട്ടോ, NE² ടോ എന്ന് പറയുന്ന ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കണ്ടക്ടേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലേ മക്കളെ അല്ലെ. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈസിലി കണ്ടക്ടിങ് ആണ്, കറണ്ട് വളരെ എളുപ്പത്തിൽ കടന്നു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വളരെ കൂടുതലാണ്. അപ്പൊ N എന്ന് പറയുന്ന സാധനം ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പം വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ n കൂട്ടുക എന്ന് പറയുന്നത് അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഒരു 1,00,000 10,00,000 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1000 ഇലക്ട്രോൺസും കൂടെ പിന്നെയും വന്നാൽ വലിയ ഡിഫറൻസ് ഉണ്ടാവോ? ഇല്ല. അപ്പോ n കൂടുന്നു എന്ന് പറയുന്ന കാര്യം ഇവിടെ എന്ത് നടക്കുന്നില്ല? റെലവന്റ് അല്ല. പിന്നെ എന്താ ഉള്ളത്? ആ എനർജി കിട്ടുമ്പോൾ ഫ്രീക്വന്റ്ലി കൊളീഷൻ നടക്കുന്നു, റിലാക്സേഷൻ ടൈം കുറയുന്നു, അഥവാ ടോ കുറയുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇൻക്രീസ് ചെയ്യുമ്പോൾ അഥവാ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോ കുറയുകയാണ് മക്കളെ ചെയ്യുക. അപ്പൊ ടോ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റിയിൽ എന്താ സംഭവിക്കുക? ടോ താഴെയാണ് കിടക്കുന്നില്ലേ? അപ്പൊ താഴെയുള്ള ആള് കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്താ പറയാ? ആസ് ടോ ഡിക്രീസസ് അല്ലെ, ടോ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റിവിറ്റി അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഏതില്? കണ്ടക്ടേഴ്സിൽ. അപ്പൊ കണ്ടക്ടേഴ്സിൽ ടോ കുറയുന്നത് കൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ക്ലിയർ? ഇനി നമ്മൾ സെമി കണ്ടക്ടറിന്റെ കേസിലേക്ക് വരികയാണ്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കും. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സാധാരണ രീതിയിൽ അവർ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിലിക്കൺ, ജർമേനിയം ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ആഴ്സനിക്, ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇവരുടെ ഉള്ളിൽ ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ് ഓൾറെഡി. അപ്പം ഈ സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കൂടുക അഥവാ n കൂടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ നമ്പർ, ഈ എനർജി കിട്ടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി കിട്ടും. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്തിനെ സഹായിക്കും? കണ്ടക്ഷനെ സഹായിക്കും അല്ലെ? അപ്പൊ ഇവിടെ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് n കൂടുന്നു എന്നുള്ളതാണ്. ടോ കുറയുന്നു എന്ന് പറയുന്നത് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. സോ ഇവിടെ നോക്കുക, നമ്മുടെ ഇക്വേഷൻ എന്താ? റോ ഈസ് ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ n e സ്ക്വയർ ടോ അല്ലേ? അപ്പൊ ഇവിടെ ആരാണ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്? n കൂടുന്നു അല്ലെ? n കൂടുമ്പോൾ മക്കളെ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അപ്പം സെമി കണ്ടക്ടറിൽ കണ്ടക്ടറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുകയാണ് മക്കളെ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റിവിറ്റി തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത കേസാണ് മിസ് പറഞ്ഞ പോലെ തന്നെ ചില അലോയ്സ് അല്ലെ, അതായത് നിക്രോം, മാംഗനൈൻ, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അലോയ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ രണ്ടും ഒരേപോലെയാണ് നടക്കുക. ഇപ്പൊ മറ്റേതിൽ ഒന്ന് കൂടുതൽ നടക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരം അലോയ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ n കൂടുക എന്ന് പറയുന്നതും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടോ കുറയുക എന്ന് പറയുന്നതും ഈക്വലി സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടും ഒരുപോലെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? m ഡിവൈഡഡ് ബൈ n e സ്ക്വയർ ടോ അല്ലേ? അപ്പം ഇത് രണ്ടും ഒരുപോലെയാണ് നടക്കുന്നത് അല്ലെ? ടോ കുറയുക n കൂടുക എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ നടക്കുന്നു. സോ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? സിഗ്നിഫിക്കൻസ്, അതായത് റെസിസ്റ്റിവിറ്റിയിൽ വലിയ വ്യത്യാസം എന്ത് ഉണ്ടാവില്ല? ഉണ്ടാവില്ല. അതായത് ഇവിടെ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റിക്ക് എന്തുണ്ടാവില്ല മക്കളെ? ചേഞ്ച് ഉണ്ടാവില്ല. വലിയ ചേഞ്ച്, ചെറിയ ചേഞ്ച് ഉണ്ടാവും, എന്നാൽ കൂടെ മാക്സിമം ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ആവുമ്പോൾ റെസിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ആണ് നമ്മൾ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ടുകളിലൊക്കെ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഇതുപോലെയുള്ള അലോയ്സിനെയാണ് എന്ന് മനസ്സിലാക്കുക. സോ നമ്മളിവിടെ വരയ്ക്കാം, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ റെസിസ്റ്റിവിറ്റി ആകുമ്പോൾ ഒരു ചെറിയ ഇതുപോലെ ഏകദേശം കോൺസ്റ്റന്റ് ആയിക്കൊള്ള മിസ് ഒരു ചെറിയ വര വരച്ചിട്ടുണ്ട് അല്ലെ. അത് കാരണം ചെറിയ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ബട്ട് ഓൾമോസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഗ്രാഫുകളും എങ്ങനെയാണ്? കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണ്, സെമി കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണ്. അലോയ്സ് ആയിട്ടുള്ള നിക്രോം, കോൺസ്റ്റന്റൈൻ അതുപോലെ തന്നെ മാംഗനൈനിലൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് ഡിപ്പെൻഡൻസ് ഇല്ല എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് തന്നെ ഇത് പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഈ ഒരു കാര്യം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്, മിസ്സേ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക മക്കളെ, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓണം എക്സാമിന് ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് മിസ് എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക്ക് ഫുൾ ഓൺ സെറ്റ് ആക്കുക. താങ്ക് യു.